തൃശൂരിൽ അവധി കിട്ടാത്തതിനെ തുടർന്ന് പോലീസുകാരൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിലാണ് ഈ സംഭവം നടന്നത്. സ്റ്റേഷൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം അയച്ച ശേഷമായിരുന്നു സംഭവം. ശബ്ദ സന്ദേശം 24-ന് കിട്ടി. നമ്മുടെ സ്റ്റേഷനിൽ ഒരാളുകൾക്കും കൃത്യമായിട്ടുള്ള ഡേ ഓഫ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിൽ വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് ലീവ് കിട്ടില്ല. ഈ ആശുപത്രിയിലൊക്കെ നമ്മൾ നൈറ്റ് ഇറങ്ങിയിട്ട് പോകണം. നമ്മുടെ സ്വന്തം കൊച്ചിൻ്റെ ആവശ്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് നമ്മൾ ഒരു നൈറ്റ് ഇറങ്ങിയിട്ട് കയറിയിട്ട് പോകണം നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾ നടത്താനായിട്ട്. ഞാൻ അന്തസ്സായിട്ട് തൂങ്ങിച്ചാവും. SP-യുടെ പേരിൽ ഞാൻ മറ്റേ ഈ സാധനം ഞാൻ എഴുതി പഠിച്ച് ഞാൻ തൂങ്ങിച്ചാവുള്ളൂ. അത് ഞാൻ ലൈവായിട്ട് മറ്റേ ഇതും കൊടുക്കുകയും ചെയ്യും. ഈ ഇത്തരമൊരു ശബ്ദ സന്ദേശം അയച്ചതിന് ശേഷം അദ്ദേഹം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു എന്നാണ് വിവരം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, യഥാർത്ഥത്തിൽ ഈ അവധി കിട്ടാത്ത വിശ്രമമില്ലാത്ത പണി ചെയ്തതിൻ്റെ പരിണിത ഫലമാണോ ഇത്തരമൊരു ശബ്ദ സന്ദേശം അയക്കാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ പ്രേരിപ്പിച്ചത്? അത്തരത്തിൽ തന്നെയാണ് ഈ പോലീസുകാരനുമായി അടുത്ത ആളുകളുമൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. ഈ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ 7 ഒഴിവുകളുണ്ട്, അത് നികത്തുന്നില്ല. വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ കുറച്ച് ഉള്ളിലേക്ക് മാറിയുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉള്ളിലേക്ക് മാറിയത് കൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ഒഴിവുകൾ നികത്താൻ SP താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഈ SP-ക്കെതിരെ കടുത്ത രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് ഒരു ഓഡിയോ സന്ദേശം ഈ പോലീസുകാരുടെ ഗ്രൂപ്പിൽ പങ്കുവെക്കുന്നത്. അതിൽ താൻ ആത്മഹത്യക്ക് ശ്രമിക്കും. അതിൽ ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. അമ്മയുടെ ഒരു ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 3 തവണ അവധി ചോദിച്ചു. ഈ 3 തവണയും അവധി കിട്ടാത്തതിനെ തുടർന്ന് ഈ മുൻകൂട്ടി നിശ്ചയിച്ച ഈ ശസ്ത്രക്രിയ അത് 3 തവണയും മാറ്റിവെക്കേണ്ടി വന്നു. അങ്ങനെ തുടങ്ങി കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണ് താനെന്നും ഈ SP-യുടെ പേരെഴുതി വെച്ച ശേഷം ആത്മഹത്യ ചെയ്യുമെന്നുള്ളതായിരുന്നു ഈ ഓഡിയോ സന്ദേശവും അല്ലാതെയും എല്ലാം ഇദ്ദേഹം പറഞ്ഞിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് വീട്ടിലെ ഫാനിൽ ഇദ്ദേഹം ആത്മഹത്യക്ക് ശ്രമിക്കുന്ന ഫാൻ പൊട്ടി വീഴുകയും പിന്നീട് ഇദ്ദേഹത്തിന് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച സമയത്ത് ആക്സിഡന്റ് പറ്റി എന്നുള്ളതാണ് ആശുപത്രിയിൽ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും ഈ സംഭവത്തെ തുടർന്ന് പോലീസ് തന്നെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി. അതിൽ ഈ കുടുംബ വഴക്കാണ് ഇതിന് കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പക്ഷേ മറ്റു പോലീസുകാരുമെല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ഒഴിവുകൾ നികത്തുന്നില്ല, കൃത്യമായ ലീവുകൾ ലഭിക്കുന്നില്ല, അതിൽ കടുത്ത മാനസിക സംഘർഷം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സഹപ്രവർത്തകരുമായൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്. എന്തായാലും ഇതിൽ ആരോപണ വിധേയൻ എന്ന് പറയുന്ന SP-യാണ്. SP-യുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് താൻ ഒരു തരത്തിലും ലീവ് നിഷേധിച്ചിട്ടില്ല. ഈ പോലീസുകാരന്റെ ഒരു അവധി അപേക്ഷ തന്റെ മുന്നിൽ വന്നിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ തന്നെ സമീപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തനിക്കറിയില്ല. എന്തായാലും ഈ സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ പോലീസിനോട്, അതായത് രഹസ്യാന്വേഷണ വിഭാഗത്തോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് SP-യും നൽകുന്ന വിശദീകരണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.